നിങ്ങൾ റീസെന്റായി കേട്ട ഒരു ന്യൂസ് ആയിരിക്കും ISSൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസും ബുച്ച് വിൽമോറും കൂടെ തിരിച്ച് ഭൂമിയിലെത്തി എന്നത്. എന്നാൽ എന്തിനാണ് സുനിത വില്യംസ് ISSലേക്ക് പോയത്? ഇനി എങ്ങനെയാണ് അവർ അവിടെ കുടുങ്ങിപ്പോയത്? ഏതാണ്ട് 9 മാസത്തോളം അവിടെ കുടുങ്ങിപ്പോയ അവർക്ക് എവിടെ നിന്നാണ് ഫുഡും വെള്ളവും ലഭിച്ചത്? ഇനി ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ ഭൂമിയിലേക്ക് തിരിച്ചു വന്നത്? നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഈ ISS എന്താണെന്ന് നോക്കാം. ISS എന്നത് നമ്മുടെ ഭൂമിയെ നിരന്തരം വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹിരാകാശ നിലയമാണ്. ഏതാണ്ട് 6 രാജ്യങ്ങൾ ചേർന്നാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 400 കിലോമീറ്റേഴ്സ് ഉയരത്തിൽ, അതായത് ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിൽ ISSനെ സ്ഥാപിച്ചത്. 1998 തുടങ്ങി 2011 വരെയായിരുന്നു ISSന്റെ നിർമ്മാണം ഉണ്ടായിരുന്നത്. അതായത് ഏകദേശം 13 വർഷം കൊണ്ടാണ് ISSനെ നിർമ്മിച്ചത്. പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ലബോറട്ടറി, ആസ്ട്രോനട്സിന് താമസിക്കാനുള്ള സൗകര്യം, അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള ജിമ്മ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ISSനെ നിർമ്മിച്ചത്. നിലവിൽ ഏതാണ്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അത്രത്തോളം വലിപ്പം ISSനുണ്ട്. ISS നിരന്തരം ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ 90 മിനിറ്റ് കൂടുമ്പോഴും ISS ഒരു തവണ ഭൂമിയെ വലം വെക്കും. അങ്ങനെ ഒരു ദിവസം 16 തവണയാണ് ISS ഭൂമിയെ വലം വെക്കുന്നത്. ഏതാണ്ട് വർഷം 2000 മുതൽ ISSൽ നിരന്തരമായി ആസ്ട്രോനട്സ് താമസിച്ചു വരുന്നുണ്ട്. എപ്പോഴും ISSൽ 2ൽ കൂടുതൽ ആസ്ട്രോനട്സ് ഉണ്ടാകും. ഓരോ 6 മാസം കൂടുമ്പോഴും ഈ ആസ്ട്രോനട്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇനി എങ്ങനെയാണ് ISSൽ സുനിത വില്യംസ് കുടുങ്ങിപ്പോയതെന്ന് നോക്കാം. 2024 ജൂൺ 5-നാണ് ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈനർ പേടകത്തിന്റെ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്താൻ വേണ്ടി സുനിത വില്യംസും ബുച്ച് വിൽമോറും കൂടെ സ്റ്റാർലൈനർ പേടകത്തിൽ ISSലേക്ക് പോയത്. ഏകദേശം 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മിഷൻ ആയിരുന്നു അത്. എന്നാൽ ലോഞ്ചിന് തൊട്ടു മുൻപ് സ്റ്റാർലൈനർ പേടകത്തിന് ചെറിയ രീതിയിലുള്ള ഹീലിയം ചോർച്ച കണ്ടെത്തുകയുണ്ടായി. എന്നാൽ അത് വലിയ കുഴപ്പമില്ല, പേടകം സേഫ് ആണെന്ന് എഞ്ചിനീയർമാർ വിലയിരുത്തിയതോടെ പേടകം ഭൂമിയിൽ നിന്നും സുരക്ഷിതമായി വിക്ഷേപിക്കുകയും വിജയകരമായി തന്നെ ISSൽ ഡോക്ക് ചെയ്ത് സുനിത വില്യംസും വിൽമോറും സുരക്ഷിതമായി തന്നെ ISSനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ISSൽ ഡോക്ക് ചെയ്തതിനു ശേഷമാണ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മറ്റു ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. അതായത് പേടകത്തിൽ 4 പുതിയ ഹീലിയം ചോർച്ചകൾ ഉണ്ടാവുകയും പേടകത്തിന്റെ 28 ത്രസ്റ്ററുകളിൽ 5 ത്രസ്റ്ററുകൾ കേടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മിഷന്റെ ഡ്യൂറേഷൻ 10 ദിവസത്തിൽ നിന്നും വീണ്ടും കൂട്ടുന്നു. എന്നാൽ ഈ ഒരു സമയം കൊണ്ട് ISSൽ വെച്ച് തന്നെ സ്റ്റാർലൈനർ പേടകത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ അവർ റിപ്പയർ ചെയ്ത് ശരിയാക്കി. എന്നാൽ ബാക്കി പ്രശ്നങ്ങൾ പേടകത്തെ ഭൂമിയിൽ എത്തിച്ച ശേഷം റിപ്പയർ ചെയ്ത് ശരിയാക്കാമെന്ന പ്ലാനിലാണ് അവർ എത്തിച്ചേർന്നത്. എന്നാൽ ഇത്തരമൊരു അവസ്ഥയിൽ സ്റ്റാർലൈനർ പേടകത്തിൽ അവരെ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ കൽപ്പന ചൗള അടക്കം 7ഓളം ആസ്ട്രോനട്സുകൾ കൊല്ലപ്പെട്ട കൊളംബിയ ദുരന്തം പോലുള്ള ഒരു ചരിത്രം മുന്നിലുണ്ടാക്കുമ്പോൾ ഇത്തരമൊരു കേടായ സ്പേസ് ക്രാഫ്റ്റിൽ അവരെ തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നത് ഒട്ടും സേഫ് അല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ട് സുനിത വില്യംസിനോടും വിൽമോറിനോടും ISSൽ തന്നെ തുടരാനാണ് നാസ നിർദ്ദേശിച്ചത്. ശേഷം ആരുമില്ലാതെ തന്നെ സ്റ്റാർലൈനർ പേടകത്തെ ISSൽ നിന്നും സേഫായി ഭൂമിയിൽ എത്തിച്ചു. മെക്സിക്കോയിലെ ഒരു മരുഭൂമിയിലായിരുന്നു സ്റ്റാർലൈനർ പേടകത്തെ നാസ ലാൻഡ് ചെയ്യിച്ചത്. എന്നാൽ ഈ ഒരു പ്രശ്നം കാരണം സുനിത വില്യംസും വിൽമോറും ഇങ്ങനെ ISSൽ തുടർന്നത് 286ഓളം ദിവസങ്ങളാണ്. എന്നാൽ ഈ ഒരു സമയത്തിനിടയിൽ പലതവണ സുനിത വില്യംസിനെയും വിൽമോറിനെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള പല മിഷനുകളും പ്ലാൻ ചെയ്തെങ്കിലും അവയൊന്നും നടപ്പാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഫൈനലി 2025 മാർച്ച് 19-ന് ISSലെ മറ്റ് 2 റഷ്യൻ ആസ്ട്രോനട്സിന്റെ കൂടെ സുനിത വില്യംസും വിൽമോറും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ 9 എന്ന സ്പേസ് ക്രാഫ്റ്റിൽ തിരിച്ചു ഭൂമിയിലേക്ക് വരികയാണ് ചെയ്തത്. ആസ്ട്രോനട്സ് എല്ലാവരും കയറിയിരുന്ന ശേഷം ISSൽ നിന്നും അൺഡോക്ക് ചെയ്ത ഡ്രാഗൺ 9 സ്പേസ് ക്രാഫ്റ്റ് 17 മണിക്കൂറോളം സഞ്ചരിച്ചാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പാരച്യൂട്ടുകൾ വിടർത്തി ലാൻഡ് ചെയ്തത്. എന്നാൽ ഈ ഒരു മിഷനിലാകെ 286ഓളം ദിവസങ്ങൾ ISSൽ ചിലവഴിക്കാൻ സാധിച്ച സുനിത വില്യംസിന് ദിവസവും 16 തവണ എന്ന തോതിൽ 286 ദിവസം കൊണ്ട് 4576ഓളം ISSൽ നിന്നുള്ള അതിമനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ സാധിച്ചു. കൂടാതെ ISSൽ സ്റ്റെക്കായി പോയ സമയത്ത് അവർ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു, മറിച്ച് ഈ ഒരു സമയം കൊണ്ട് 150ഓളം പരീക്ഷണങ്ങൾ അവർ ISSൽ നടത്തി. കൂടെ 5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്പേസ് വാക്കും സുനിത വില്യംസ് നടത്തി. എന്നാൽ ഇതിനു മുൻപും സുനിത വില്യംസ് പലതവണ സ്പേസ് വാക്ക് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയാകെ 9 തവണയാണ് സുനിത വില്യംസ് സ്പേസ് വാക്ക് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ 9 തവണകളിലായി 62 മണിക്കൂറിലേറെ സമയം സുനിത വില്യംസ് സ്പേസ് വാക്ക് നടത്തിയിട്ടുണ്ട്. സോ സുനിത വില്യംസ് എങ്ങനെ ISSൽ കുടുങ്ങി എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.